നമസ്കാരം. ഓൾ ഇന്ത്യ ബാങ്ക് പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് കോൺഫെഡറേഷൻ അഞ്ചാമത് ത്രൈവാർഷിക സമ്മേളനം 28-29 തീയതികളിൽ എറണാകുളത്ത് വെച്ച് നടക്കും. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ, സ്വകാര്യ ബാങ്കുകൾ, പ്രാദേശിക ഗ്രാമീണ ബാങ്കുകൾ എന്നിവയിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ബാങ്ക് പെൻഷൻകാരെയും വിരമിച്ച ജീവനക്കാരെയും പ്രതിനിധീകരിക്കുന്ന ദേശീയ സംഘടനയായ ഓൾ ഇന്ത്യ ബാങ്ക് പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് കോൺഫെഡറേഷൻ അഞ്ചാമത് ത്രൈവാർഷിക ദേശീയ സമ്മേളനം ഏപ്രിൽ 28-29 തീയതികളിൽ എറണാകുളം ടൗൺ ഹാളിൽ നടത്തുമെന്ന് സംഘടനകൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഈ ദേശീയ സമ്മേളനം ജനറൽ ബോഡി യോഗവും ബാങ്ക് വിരമിച്ചവരുടെ പ്രശ്നങ്ങൾ വിശദമായി ചർച്ച ചെയ്യുകയും നിയമപരമായി അവർക്ക് ലഭിക്കേണ്ട അവകാശങ്ങൾ നിഷേധിക്കുന്നതും ബാങ്ക് പെൻഷൻകാരോട് കാണിക്കുന്ന വിവേചനപരമായ സമീപനവും അവസാനിപ്പിക്കുന്നതിനാവശ്യമായ തുടർനട പ്രവർത്തനങ്ങൾ തീരുമാനിക്കുകയും ചെയ്യും. At the time, as serving organization I worked, we demanded that pension as third benefit as available in State Bank of India. But the IBA, the Indian Banks Association, and the government very clearly told us that we cannot give you pension as third benefit. We will give you pension as second benefit only as available to central government pensioners and RBA pensioners. And very categorically they made a statement, and in the pension settlement also very clearly it is mentioned that the pension scheme in the banking industry will be exactly on the lines of the central government pension scheme. And even in the regulation, very clearly it speaks about the regulation 56 very clearly says that any doubt in regard to implementation of pension scheme in the banking industry, reference will be made to central government pension rules. So it is exactly on that line. In fact, once the pension scheme was introduced, we were very clearly told that now onwards, whoever is recruited, those who were recruited after 1995, though the settlement was signed in 1993, the regulations came into effect from 1995, and the pension scheme was made effective from 1st January 86 onwards. But those who joined the bank after 1995, but they were not given any choice for option, pension option. They were told very clearly that you have to, there is no question of any PF option, you have to accept only pension. ഏപ്രിൽ 28-ന് വൈകുന്നേരം 4 മണിക്ക് സെന്റ് ആൽബർട്ട്സ് കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന റാലി എറണാകുളം ടൗൺ ഹാളിൽ സമാപിക്കും. തുടർന്ന് വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം ജസ്റ്റിസ് VG അരുൺ ഉദ്ഘാടനം ചെയ്യും. അന്നേ ദിവസം രാവിലെ 9:30 AIB-PARC ദേശീയ പ്രസിഡന്റ് KV ആചാര്യ പതാക ഉയർത്തി സമ്മേളനത്തിന് ഔപചാരിക തുടക്കം കുറിക്കും. പൊതുസമ്മേളനം രാവിലെ 10-ന് ആരംഭിക്കും. ഉദ്ഘാടന സമ്മേളനത്തിൽ KV ആചാര്യ, ജനറൽ സെക്രട്ടറി സുപ്രീത സർക്കാർ, ജനറൽ സെക്രട്ടറി രൂപൻ റോയ്, ജനറൽ സെക്രട്ടറി ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ GD നഡാഫ്, PK സർക്കാർ, ഹരീന്ദർ സിംഗ്, വിവിധ ബാങ്ക് പെൻഷൻകാരെയും വിരമിച്ചവരെയും സംഘടനകളുടെ നേതാക്കൾ എന്നിവർ പ്രസംഗിക്കും. ചൊവ്വാഴ്ച നടക്കുന്ന റാലിയും ദ്വിദിന സമ്മേളനവും ബാങ്ക് പെൻഷൻകാരുടെ ദീർഘകാലമായി നിലനിൽക്കുന്ന ന്യായമായ ആവശ്യങ്ങളോട് ഇന്ത്യൻ ബാങ്ക് അസോസിയേഷന്റെയും സർക്കാർ അധികാരികളും സ്വീകരിക്കുന്ന നിഷേധാത്മക സമീപനത്തിനെതിരായ ശക്തമായ പ്രതിഷേധത്തിന്റെയും അംശത്തിന്റെയും പഠനമായിരിക്കുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പ്രസിഡന്റ് KV ആചാര്യ, ജനറൽ സെക്രട്ടറി സുപ്രീത സർക്കാർ, GD നഡാഫ്, PK സർക്കാർ, ഹരീന്ദർ സിംഗ്, ടോം തോമസ്, ശ്രീകുമാർ B എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.